അസ്സലാമു അലൈക്കും. എന്തൊക്കെ മട്ടം റമദാനൊക്കെ ആയിട്ട് റാഹത്തന്നല്ലേ? പിന്നെ ഇന്ന് 6ാമത്തെ നോമ്പാട്ടോ. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നല്ലൊരു ബ്ലോഗ് ചെയ്തിട്ടില്ല, നല്ല ലൈവ് വന്നിട്ടില്ല, കുറേ ഷോർട്സ് വീഡിയോസൊക്കെ അങ്ങനെ തള്ളലാണ്. അപ്പം ഇന്ന് നല്ലൊരു വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. ഇന്ന് നമ്മളെ കൂടെ പറപ്പാളെ കൂടെ ഒരു നോമ്പ് തുറക്കാട്ടോ പോണത്. ഇന്ന് ഫാമിലി ഒന്നുമില്ല, വൈഫും മോനൊന്നുമില്ല. ഇന്ന് ഞാനായിട്ട് സെപ്പറേറ്റ് പോവാണ്. അങ്ങനെ എല്ലാവരും കൂടെ മാത്രമുള്ള കൂടുന്ന ഒരു ചെറിയൊരു പരിപാടി കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാ നിങ്ങൾ കൂടെ കൂടിക്കോളി. സെറ്റാണ്. ഇന്ന് നമ്മളെ ഒരുപാട് നമ്മൾ കണ്ട മുഖങ്ങളും പരിചയമുള്ള മുഖങ്ങളും ഒക്കെ ഉള്ള ഞങ്ങളൊരു യൂട്യൂബേഴ്സിൻ്റെ ചെറിയ ആൾക്കാർ കൂടെ ചെറിയ തട്ടിക്കൂട്ട് ഗ്രൂപ്പാണ് തല്ലുമാല. അപ്പം അതിൻ്റെ കീഴിലാണ് നമ്മൾ ഈ നോമ്പുതുറ നടത്തുന്നത്. ഇൻഷാ അല്ലാ നമ്മൾ പോയിട്ട് അടിച്ചു പൊളിക്കും. അപ്പം നിങ്ങൾ കൂടെ കൂടി നമുക്ക് പോയി നോക്കല്ലേ. നമ്മളെ വണ്ടിയിലിട്ടാ പോണേ. നമ്മൾ 2 ചങ്ങായിമാർ കൂടി ഉണ്ട് കൊണ്ടോട്ടിന്ന്. അപ്പോൾ ഓരോ വണ്ടിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ 3 കൂടെ ഇവിടുന്ന് പോവാണ്. പെരിന്തൽമണ്ണ കേട്ടോ നമ്മളെ പരിപാടി. അപ്പം പോയി നോക്കാം. ശരി. അവസാനം നമ്മളെ ചങ്കിനെ കണ്ടുമുട്ടിട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. കൊണ്ടോട്ടി തന്നെയുള്ള ഈ ചങ്ങാനെ കാത്തുനിന്ന് കുറേ നേരം പോയി. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ 6 മണിയെങ്കിലും അവിടെ എത്തണം അങ്ങനെയൊക്കെ വിചാരിച്ചതാണ്. ഇന്ന് എത്തും വിചാരിച്ചാൽ അതിലേറെ വലിയൊരു കോമഡി എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ ഡീസൽ അടിച്ചാൽ വേണ്ടി ഒരു ജിയോന്റെ പമ്പിൽ കയറി ഇവിടെ മുസ്തേങ്ങാടി അല്ല അവിടെ കൊട്ടുകര. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറാണ് ശരിക്കും പറഞ്ഞ പെട്രോൾ അടിക്കുന്ന ചേച്ചി. വർത്താനം പറഞ്ഞ് 6 റുപ്യൻ്റെ എണ്ണ അടിക്കാൻ കയറി ഞങ്ങളെ ഉൾട്ടേക്ക് ആക്കിയാണ്ട് 3000 എണ്ണ അടിച്ചു വന്ന്. ചേച്ചിയുടെ സന്തോഷത്തിൽ ചോദിച്ചപ്പോൾ ലാസ്റ്റ് ബില്ല് എടുത്തു തന്നെ 3000. അപ്പോൾ ആള് മാറിയാണ്ട് അടിച്ചതാക്കണേ വർത്താനം പറഞ്ഞത്. അപ്പോൾ ചേച്ചി പറഞ്ഞ ഇതിന് മുമ്പ് താജുദ്ദീൻ വടകര അവിടെ പെട്രോൾ പമ്പിൽ വന്നിട്ട് അന്ന് ഇതേമായി സംഭവിച്ചത്. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായി പോയി. ഫസിയാഖാന്റെ ബാക്കി 3000 റുപ്യ പോയി. ഇങ്ങനെ ഇപ്പൊ നമ്മളെ വെള്ളാമ്പുറത്ത് സൗക്കത്ത് ബായി ഉണ്ട്. ആളെയും കൂട്ടിയിട്ട് ഒരൊറ്റ പോക്ക്. ക്ഷീണൊന്നും കാണില്ലല്ലോ കേട്ടോ. ഇത് നോമ്പറ്റ ക്ഷീണൊന്നും ഇവിടെ കാണാനില്ല. അപ്പൊ എന്തായാലും പോയേക്കാം. പ്രശസ്ത യൂട്യൂബറും എല്ലാവർക്കും മുഖപരിചയമുള്ള ഒരു സ്നേഹിതനാട്ടോ. അവനാണ് നമ്മളെ ചെങ്ങായി. എന്താണ് എന്റെ പേരെടാ? അല്ല ഓ ജനങ്ങൾക്ക് അറിയപ്പെടാൻ അവന്റെ പേര് അവനോട് പറഞ്ഞു. എന്റെ ചാനലിന്റെ പേരെന്താ? എന്നെ അപ്പൊ സിസ മീഡിയ. അപ്പൊ അങ്ങനെ ചാനലൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കൂട്ടാൻ. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മളെ സ്പോട്ട് എത്തിയാണ് കേട്ടോ. സ്പോട്ട് എത്തിയാണ്. അടിപൊളി മാഷാല്ലാ. Your destination is on the right. നോമ്പ് നോൽക്കാതെ 5 പത്തിന് അല്ല എന്താ നോമ്പ് പൊലിക്കാതെ സുഫാൻ വല്ലപ്പോ എത്തിക്കണ്. നോമ്പ് നോറ്റ പോലെ നിക്കണ്ട്. ക്ഷീണം പിടിച്ചാണ്ട് ഉച്ചക്ക് വീഡിയോ കോൾ മുത്താട്ടത് നമ്മളെ മുത്ത് മണി ഒരു മടിയാടാ. ഞാനോട് പറയില്ല അതേപോലെ നിക്കണെന്ന്. ഇതാണ് ഫുൾ വീഡിയോ കോൾ ചെയ്തു. ചോറ് മീൻ നല്ല തീറ്റ. ഞാൻ ഇന്ന് കളിക്കുമ്പോഴോ സത്യം കഴിഞ്ഞോ? അവമാനിച്ചു കഴിഞ്ഞെങ്കിൽ എല്ലാരും ഇതൊക്കെ പോകുമ്പോത്തിന് കാലിയാവും. ഐസ്ക്രീംസ് ഉണ്ട്. ഇതെന്താ സാധനം? മട്ടൻ അലീമ. ഇത് ബീഫ് അലീമ. എന്നിട്ട് നമ്മളെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം. ബാസി നോമ്പ് പോറ്റ പോലെ ഇരിക്കും. ചിരിച്ച് കളിച്ചിരിക്കല്ലേ, ക്ഷീണം പിടിച്ചിരിക്കും. കറക്റ്റ് കള്ളൻ. എല്ലാരും ഉണ്ട്. നിങ്ങളെന്താ നോക്കണേ? ലാബില് ടെസ്റ്റ് ചെയ്യണ മാതിരി. ലാബില് ടെസ്റ്റ് അല്ല കൂടുതലുണ്ടോ നോക്കാം. കുറവുണ്ടോ നോക്കിയതാണ്. കുറവുണ്ടോ ഈ കാലിന്റെ നേതൃത്വത്തിലാട്ടോ നമ്മളിവിടെ എത്തിപ്പെട്ട മഹാത്യം. നമ്മളിവിടെ എത്തിപ്പെടാൻ കാരണക്കാരിയാണെന്ന് പറഞ്ഞ. ഇന്ന് എത്രാമത്തെ നോമ്പാ അൻഷിഫാങ്കി? ഇത് പറയാം ആദ്യം. ഇന്ന് എത്രാമത്തെ നോമ്പ്?
5ാമത്തെ ഞങ്ങൾക്ക് 6ാമത്തെ ദാറി അഞ്ഞു പറയും ആ ഇന്നല്ല എല്ലാവർക്കും അല്ല ഏലിന് ഇഷ്ടമാണ് വേറെന്താ ഇഷ്ടപ്പെട്ടെ? പാട്ടാണോ? നോമ്പുണ്ടെന്ന് അതായത് മെന്റലിസം ചെയ്യാണ് നോമ്പുണ്ടോന്ന് പകരം പിടിച്ചാ അയാളെ പിടിച്ചാ അവിടെ തൊട്ട് ഉച്ചക്ക് ആർക്കൊക്കെ നോമ്പുള്ളൂ ഉച്ചക്ക് ബിരിയാണി ഞാൻ ഉച്ചക്ക് സാധാ ചോറ് പ്രമീള ഹോട്ടലിൽ നിന്ന് ഫുള്ള് ജഗ പോക നായാട്ടാണ് കേട്ടോ. ഓ അല്ല ഫിലിം ആക്ടറൊക്കെ കേട്ടോ നമ്മളെ കൂടെ നിന്ന് ആള് സിനിമയിൽ ചെറിയ റോളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും മാഷാല്ലാ രക്ഷപ്പെടട്ടെ. സോപ്പാണെന്താ മന്ദിരിച്ചു തന്നെ ആ പള്ളി പോയി തിരിഞ്ഞു കളിച്ചോ കേട്ടോ പോലെ ഇമാമ ഏതല്ലോ അജു നിന്നോളുന്നു ഇമാമ ഇവന്റെ കേട്ടോ. ഇവിടെ 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 ആ ഇവിടെ അല്ല ഇന്നെല്ലാരും എൻ്റെ ഒപ്പാണ്. ഇന്ന് നിസ്കരിച്ചിട്ട് എല്ലാവരും വിടുള്ളൂ. ചോറ് വളമ്പലും കറക്റ്റ് സമയത്ത് അവസ്ഥ എത്തിന് കേട്ടോ. കറക്റ്റ് സമയത്തിന് എത്തിന് കേട്ടോ. ചോറ് വളമ്പിയപ്പം ഞങ്ങളൊക്കെ നോമ്പ് പറ്റണേ. ഞങ്ങൾ നോമ്പ് പറഞ്ഞാണ് ഞങ്ങളുടെ വരിയുള്ള കേട്ടാളാ നോമ്പൊറ്റല് മരുവിന് വരെ. ഇത് 2 വരി കേട്ടോ. നോൽക്കാത്തോൽക്കുള്ള വരി, ഇത് നോറ്റോല വരി. എട്ടുകാലി വെട്ടിയമാര് രണ്ട് പേരൊക്കെ സുന്നത്തസ്കാരത്തിലൊക്കെ നിന്നുകാണ്ടേ നേരം വൈകിയതാണ്. പോറ്റാരനല്ലേ അൻവർ ഷാൻ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണല്ലോ. കണ്ടുവല്ലോ ഞങ്ങളുടെ പല കുടുംബക്കാരാ. നീലക്കുല ഇത് മഞ്ഞക്കുയിലാ. ചെറുച്ചാണ്ടല്ലോ പിന്നെ ലൈറ്റിന്റെ ആവശ്യം തന്നെ അല്ല. ഇവിടുന്ന് ചപ്പാത്തി, തന്തൂർ റൊട്ടി, വെള്ളപ്പം, പത്തിരി ഇതൊക്കെ ഉണ്ട്. ഓണട്ടമാർക്ക് കിട്ടണേ. പിന്നെ ഇവിടുന്ന് വലിയ നീണ്ട നില തന്നെ ഉണ്ട്. ഇതൊക്കെ എന്താടാ ഇത് ബില്ലുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതിന് ബില്ലുണ്ട്. ഒരു പ്ലേറ്റ് കൂടി വേണമെന്നാ പറഞ്ഞേ. ഈ പ്ലേറ്റ് കൊള്ളാത്തോണ്ടേ ഇത് മനസ്സാ. ഇതൊക്കെ ഇതൊക്കെ കൊണ്ടുവന്ന ആടെയും കണ്ടാളിറ്റാ. ഞാൻ കുറച്ചെടുത്തുള്ളൂ കേട്ടോ. എനിക്ക് ആവശ്യമുള്ള ഗതിയിലുണ്ട്. ഈ എനിക്ക് നല്ല പഞ്ചായത്തേക്ക് ആവശ്യമുള്ള കയ്യിലുണ്ട്. അപ്പോൾ ഫാൻ നിങ്ങളെ ജിൽഷാന്റെ കൂടെ ഒക്കെ സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും കണ്ടതിൽ സന്തോഷം. നമ്മളെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവിടുത്തെ പരിപാടി എങ്ങനെ ഉണ്ടേനി? ഫുഡ് കാര്യങ്ങളൊക്കെ ആണോ? പണ്ട നാടാണോ അത്? നോമ്പ് അപ്പോ ഇത് മായ്ച്ചോട്ടെ. നമ്മളെ പ്രോഗ്രാമൊക്കെ ഉണ്ട് മക്കളെ.
നമ്മളെ പ്രോഗ്രാം എങ്ങനെ ഉണ്ട്? ഫുഡൊക്കെ എന്താ പാടേ? അപ്പോൾ നമ്മളിങ്ങോട്ട് ക്ഷണിച്ച ഇതാണ് കേട്ടോ, ലഗൂൺ പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ എന്തായാലും അടിപൊളി ഫുഡിൻ്റെ കാര്യത്തിലായാലും ഇവിടുത്തെ ആംബിയൻസ് ആയാലും ഒക്കെ അടിപൊളി, പറയാക്കാൻ വയ്യ. അതുപോലെ നല്ല അടിപൊളി അപ്പോൾ ഇഫ്താറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോണ്ടാക്ട് നമ്പറൊക്കെ ഉണ്ട്. അപ്പം പെരിന്തൽമണ്ണയാണെന്നാണ്. ആ ഇതാണ് മുത്തൂസ്, നമ്മൾ പൊട്ടൂസ് എന്ന് പറയും. അപ്പോൾ നമ്മളെ അവരൊക്കെ അറിയാത്ത ആരും ഉണ്ടാവില്ല. നമ്മൾ ഇത് ഭാവസ്ഥ നമ്മളെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടേനോ പറഞ്ഞ കഴിഞ്ഞോ? ഇന്ന് നോമ്പുണ്ടേനോ? ഇന്ന് എത്രാമത്തെ നോമ്പാ? ഇന്ന് എത്രാമത്തെ നോമ്പാ? 9. ആ ജാതി പോയാണ്ട് ഓരോട് പറഞ്ഞ് റെഡിയാക്കി. ഞാൻ പറഞ്ഞ മാതിരി പറയേണ്ടി വരുന്നൊക്കെ. മറ്റത് ലാസ്റ്റ് ഫൈനല് എന്നാ വാ. അതിൻ്റെ അല്ല ജയ്ഷാദ് സഫാന്റെ അടുത്ത പരിപാടി. ബലം മുടിച്ചിട്ട് നീ കൈ മടക്കും, ഒരിക്കലും കൈ തുറക്കരുത് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡോട്ട് കൊടുക്കും. ജസ്റ്റ് ഡോട്ട് കളറെ കുറച്ച് ഉണ്ടായിക്കോട്ടെ, പോകുമല്ലോ, പോകണല്ലോ. അത് കളറുണ്ടോ? മറ്റേ കളറുണ്ടോ എൻ്റെ മറ്റേ ലിപ്സ്റ്റിക്ക്? ഓക്കെ ഓക്കെ കാണില്ലേ? ഓക്കെ, ഇത് 1-ൻ്റെ 5-ൻ്റെ ഉള്ളിൽ മനസ്സിൽ സങ്കല്പിക്കും. 3 ആ ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും റോസ്, ജാസ്മിൻ, ലില്ലി. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നമ്മൾ അയക്കാൻ പോവാണ്. അപ്പോൾ ലില്ലിയുടെ മണം ഈ ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട് നോക്കാനുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ മയക്കാൻ പോകുന്നു, ജസ്റ്റ് മയക്കാൻ പോകുന്നു, ജസ്റ്റ് മയക്കാൻ പോകുന്നു, ജസ്റ്റ് റോട്ടറിന് ചെറിയ മണമുണ്ട് അല്ലേ? ഉണ്ട് അല്ലേ? കൈ ഓപ്പൺ ചെയ്ത് നോക്ക്. അരക്കില്ലേ? അറങ്ങൂല ഇറങ്ങില്ലേ? അല്ല മുന്നിൽ എൻ്റെ കയ്യിൽ പിടിക്കാൻ പോട്ടെ. ഓക്കെ, ഞാൻ എടുത്തു. നമുക്ക് ഒരിക്കലും ചറക്കാൻ ശ്രമിക്കും, പക്ഷെ ഇറങ്ങൂല കേട്ടോ. ഇറക്കാൻ ശ്രമിച്ചു, പക്ഷെ ഇറങ്ങൂല. സ്റ്റോപ്പിൽ നിൽക്കണം, സ്റ്റോപ്പിൽ നിൽക്കണം. ഇറങ്ങൂല. ഇറക്കിക്ക് ചത്തോ? അങ്ങനെ എങ്ങനെ തളർത്താൻ വിചാരിച്ച നടക്കൂല. വലിയ കലാകാരനാണ്. എന്ത് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യണം. നമ്മൾ ഈ ബലൂണിൽ മോൾക്കൂണ് ബലൂണിൽ തന്നെ നൈട്രജനാ, അതൊന്നും അറിയില്ല. ഈ കൈമ കെട്ടി ഓക്കെ, ഈ കൈമ നല്ല മുട്ടി കെട്ടി നല്ല കനത്തിലെ കെട്ടിയത്. ഈ കൈ തന്നെ മേലക്ക് ഇങ്ങനെ പോകട്ടോ. തന്നെ നല്ല കയറ്റണം, പക്ഷെ നല്ല താഴത്തേക്ക് ഇങ്ങനെ പോകാൻ ശ്രമിക്കുന്നതുപോലെ മേലക്ക് ഇങ്ങനെ പോകട്ടോ. ഇങ്ങനെ മെല്ലൊക്കെ ഇങ്ങനെ പോവാണ്, മേലക്ക് പോവാണ്. ഓക്കെ, മേലക്ക് നല്ലോണം പോകട്ടോ. നമ്മളെ കൈ ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല. കൈ ഒരിക്കലും കൈ പൊള്ളുന്ന വേദന കേട്ടോ. ഓക്കെ, ഒരു 2 മിനിറ്റ് മുണ്ടാതിരിക്കും, പക്ഷെ നമ്മൾ കൈ തന്നെ പോകും കേട്ടോ. ഓക്കെ, കണ്ണിൻ്റെ ഒന്നും തുറക്കരുത് കേട്ടോ. ഓക്കെ, കണ്ണ് ഒന്നും തുറക്കരുത്. 2 മിനിറ്റ് മുണ്ടായിരിക്കുമ്പോൾ കൈ തന്നെ പൊങ്ങി, കൈ പൊള്ളുന്ന വേദന കേട്ടോ. ഓക്കെ, ഇതെന്തോ ബാധ കൂടിയാണ്, 3 ഐറ്റം ബാധ.
മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് പണി കൊടുത്തേനെ. പുതിയ സാധനം രണ്ടാണ് ഈ 2 ഫ്രണ്ടിക്ക് 4 ഫ്രണ്ടിക്ക് ഞാൻ കാണില്ല. ഈ വക്കത്ത് എന്നൊക്കെ പറയും. ഇതിന്റെ ഉള്ളിൽ നടക്കും. 5 അടിക്കോ എങ്ങനെ ചോദിച്ചോ എന്റെ ഇഷ്ടമല്ല പോലെ 5 സംഭവം അടിക്കോ നോക്കായിക്കോ. അല്ല ഇത് നേരെ അടിക്കാൻ വെച്ചോ ഒരിക്കലും ഇപ്പൊ കാണൂലല്ലോ. ഓക്കെ ഇതിപ്പോ വെച്ച സംഖ്യ കണക്ക് മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ അറിയാത്ത മൂപ്പരാണ് വിളിക്കാം. എന്താ സ്വകാര്യ സ്വകാര്യമില്ല. എത്ര മക്കളാ? എവിടെ ഒന്നെ അവിടെ തുറക്കേ ആ കാണിച്ചു കൊടുക്കേ. വാവ് എന്നാലും ശ്രമിക്കേ. ഓൻ വെക്കുണ്ടോക്കെ ആദ്യയില് ചെലപ്പോ ജിഷനായോണ്ടേ അൻസിബായോണ്ട് ചെലപ്പോ വെക്കൂല. ആസർഫി ആ ഔ അങ്ങോട്ടൊക്കെ ഇട്ടോ. ഞാൻ ഇപ്പൊ ഈ പറയാൻ പോവാ. ഇത് അംഗീകരിക്കണം കേട്ടോ. പിന്നെ ആശ്രയ ഇത് ഓക്കെ ആണെങ്കിൽ കലാകാരനെ അംഗീകരിക്കണോ? അതതിലുണ്ടോക്ക ഇന്നൊരു മാജിക്കാരൻ വന്നതാണ്. അയാള് കൊടുക്കാണ്. ചെല്ലത് ശരിയാവൂലെന്നൊക്കെ പറയണേ. അൻഷിപ്പോ എന്താ കുലുക്കി കൊടുക്കണ്ടേ? മോനെ റിവെഞ്ച് അല്ല ആ ഒന്നുകൂടി ഓന്റെ കോൺഫിഡൻസ് കളിയാണ്. ആണ് തുറക്കുന്ന അതാണ് അംഗീകരിക്കുന്ന വേണം. സാരല്ല ഇത് നിങ്ങളെ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം? ഇതിന്റെ കണ്ണ് ആകെ ഒരാൾ പൊത്തണം. ഞാൻ അൻഷിഫിൽ ഇഷ്ടം ആൾക്കാരുടെ കണ്ണ് പൊത്തിക്കോട്ടെ. ഞാൻ വിചാരിക്കണം ഞാൻ പൊത്തലിക്ക് വിചാരിക്കുന്നില്ല. വേണ്ട അഞ്ച് പറഞ്ഞ ആളിന്റെ കണ്ണ് പൊത്തും. നിങ്ങൾക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ആർക്ക്? മൂപ്പരാക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ജസ്റ്റ് ഓക്കെ കണ്ണിന്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഈ 5 വേറെ ഇതിനെ കുറച്ച് വെക്കുന്നത് നിങ്ങൾ കുറച്ച് വേഗം അല്ല ഈ 4 ആൾക്കാർ സംസാരത്തിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ആർക്കും പ്ലാൻ ഇട്ടിട്ട് സംസാരം വരില്ല. എല്ലാവർക്കും പ്ലാൻ ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഒരാൾ എണ്ണാമത്തെ ഒരാൾ തുടരുത്. ഒരാൾ ഇട്ടിട്ട് മൂപ്പരാക്കൊന്ന് കാണിച്ചു കൊടുക്കുക. ഒരു ഇവിടെ തന്നെ വെക്കുക. ഓക്കെ ഒരാൾ മാത്രം കേട്ടോ. സൂപ്പർ ബാബ കോളിംഗ്. ഓക്കെ പറഞ്ഞോ ആരന്റെ കണ്ണു വെക്കണ്ട്? ജോനാളെ കണ്ടോ? ഇർഷാദിലുണ്ട്. ഇർഷാദിലാണ് ഒരു മയം കൊടുക്കരുത്. കുത്തി പിന്നെ ടൂളി ഇതിപ്പോ ഒരാളെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. രാവിലെ എന്താ കഴിച്ചു? രാവിലെ ഒന്നും കഴിച്ചില്ല. പെൽച്ചക്ക് എന്താ കഴിച്ചു? കഴിച്ചിട്ടില്ല. ഫുഡ് നോമ്പുണ്ട് അല്ലേ? എത്ര നോമ്പ് പറ്റി?
ഇർഷാദ് എന്താ ചേച്ചി ഉച്ചക്ക് എന്താ ചേച്ചി ഉച്ചക്ക് ചോറ് ഉച്ചക്ക് ചോറ് ഓക്കെ ചോറ് മീൻ കഴിച്ചോ കഴിച്ചോ ഉച്ചക്ക് ചോറ് പലിച്ചക്കെന്നാണ് ഉച്ചക്കല്ല. ഇന്നലെ നൈറ്റ് എന്താ ചേച്ചി പൊറോട്ട ഓക്കെ. അൻഷുവേ ഇതെന്താ ചേച്ചി ഞാൻ ചോറ് മീൻ എന്താ ചേച്ചി എപ്പോ ഇന്ന് രാത്രി ആ രാത്രി ബിരിയാണി. ബിരിയാണി. ഷാൻ എന്താ ചേച്ചി ചോറും താളിപ്പും ചോറും താളിപ്പും ഓക്കെ. ഇത് തൊട്ടിക്കണത് കൈയ്യിട്ട് ഇർഷാദല്ല ഇങ്ങോട്ട് പോലും ഞാനല്ല. ഇതല്ല അവ തൊട്ടിക്കണ ആരെന്നറിയോ അയ്യെന്താണ് മൂപ്പരാളല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷാനെ തൊട്ടിക്കണത്. നമ്മള് വിട പറയാണ് ഗൈസ്. നല്ലൊരു വീഡിയോസ് ആയിട്ട് നല്ലൊരു വ്ളോഗ് ഇനിയും വരും. അപ്പോൾ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോവാം. അപ്പോൾ പോവാം. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരട്ടെ കേട്ടോ.